ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് ചെയ്യുക. അവിടെയുള്ള ജസ്റ്റ് കമൻറ്റ് ബോക്സ് എടുത്തൊരു ഹേട്ടെങ്കിലും കമൻറ്റായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് സൺഡേയിലുള്ള വീഡിയോ ആണ്. സാറ്റർഡേ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണാം കേട്ടോ. രാവിലെ 7:30 മോൾക്ക് മദ്രസ ഉണ്ട്. അപ്പോൾ ഞാൻ അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മൾ സൺഡേ സാറ്റർഡേ സമയങ്ങളിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാറ്. ഇത് ഞാൻ പുറത്തുനിന്ന് ബട്ടറിൻ്റെ പാക്കറ്റ് മേടിച്ചിട്ട് നമ്മളത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിവിടെ ബൂരി ഉണ്ടാക്കാറുണ്ട്. ബട്ടൂരക്ക് പിന്നെ വേറൊരു ടേസ്റ്റാണല്ലോ, അപ്പോൾ മക്കൾക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഹാഫാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തലേദിവസത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അപ്പോൾ അതും ചൂടാക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പെട്ടെന്ന് പണി നീങ്ങുമല്ലോ. സാറ്റർഡേ സൺഡേ നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ടൈമാണ്. ഞാൻ സ്കൂളില്ലാന്ന് വിചാരിച്ച് ഒതുങ്ങിയിരിക്കുമൊന്നുമില്ല കേട്ടോ. വീട്ടിൽ തട്ടലും കൊട്ടലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുറ്റത്ത് പുല്ല് പറിക്കൽ അങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലും പണി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് മോളെ വിളിക്കാൻ വേണ്ടി പോകുന്നതാണ്. ആൾ നല്ല ഇറക്കത്തിലാണ് കേട്ടോ. മദ്രസയൊക്കെ പോണ ടൈമിൽ ഞാനും എൻ്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെ തന്നെ ആയിരുന്നു. വിളിക്കുന്ന ടൈമിൽ നമ്മളൊന്ന് മൂളിക്കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞിറക്കും, പിന്നെ കുറച്ച് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞിറക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ. മദ്രസയിൽ എത്ര ഇനി നേരം വൈകിട്ടാണ് മദ്രസ സ്റ്റാർട്ട് ചെയ്താലും ഉറക്കത്തുനിന്ന് ഉണരാൻ വേണ്ടി നല്ല പാടാണ് കേട്ടോ. അപ്പം ഞാൻ അവിടെ ബൂരി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവളെ വിളിച്ച് മുഖമൊക്കെ കഴുകാൻ വേണ്ടി നമ്മൾ ബാത്റൂമിൽ വിട്ടിട്ടുണ്ട്, ബ്രഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അവൾ വരുമ്പോഴേക്കും നമുക്ക് ബട്ടൂരൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതാവുമ്പോൾ എന്താ പറയുക, നല്ല സിമ്പിളാണ്. കാരണം നമുക്ക് മരുങ്ങണ്ടല്ലോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അറിയുമ്പോൾ ചില സമയങ്ങളിൽ നമുക്കൊരു കുഴപ്പമില്ല ഉണ്ടാക്കാമെന്നുണ്ടാവും. ചില മടി പിടിച്ച സമയങ്ങളിൽ ഞായറാഴ്ചയും അതുപോലെ ശനിയാഴ്ച ആകുമ്പോൾ കുറച്ച് പുറകെക്കാൻ കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബൂരി അവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി മോളെ മദ്രസയൊക്കെ വിടാൻ വേണ്ടിയിട്ട്. പിന്നെ ആൾക്ക് 2-3 പർദ്ദ ഉണ്ട്. ഒന്നും ഇട്ട് കൊടുത്താലും പറ്റില്ല. ആൾക്ക് ഒരു പർദ്ദനെ ഡെയിലി ഇടണം. പിന്നെ അതുപോലെ തന്നെ നല്ല വൈറ്റ് മഫ്ത ഉണ്ട്, അതും പറ്റില്ല കേട്ടോ. ഈ കളർ തന്നെ വേണം. സൺഡേ ആണ് നമുക്ക് മദ്രസയിൽ വൈറ്റ് മഫ്ത ഇടണ്ട, പക്ഷേ ആൾ പറഞ്ഞത് കേൾക്കൂല കേട്ടോ. പിന്നെ ഞാൻ അവളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറിയും ബട്ടൂരി ആയതുകൊണ്ട് ആൾക്ക് ഇഷ്ടമാണ്. പിന്നെ നല്ലൊരു പാൽ ചായ കേട്ടോ. അപ്പോൾ അവൾക്ക് വെച്ച് കൊടുത്താൽ ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ വെച്ച് കൊടുത്താൽ താനെ ഇരുന്ന് കഴിക്കും. ഇനി ഇഷ്ടമില്ലാത്ത വല്ലതുമാണെങ്കിൽ അപ്പോൾ ഉമ്മച്ചി വാരിത്തരും, ഉമ്മച്ചി കോരിത്തരും, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ട് 7:30 ആയിട്ടുള്ളൂ കേട്ടോ. അതാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണി നമ്മളുടെ സ്റ്റാർട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഇരുന്ന് കഴിക്കാനുണ്ട്. പിന്നെ അവൾക്ക് മദ്രസയിൽ പോകുമ്പോൾ മിഠായി മേടിക്കാൻ വേണ്ടി ക്യാഷ് തരുമോ, 10 രൂപ തരുമോ എന്നൊക്കെ ചോദിച്ചിരുന്ന് സംസാരിക്കാനുണ്ട്. ഞങ്ങൾ ഡെയിലി നമുക്ക് സ്കൂളില്ലാത്ത സമയങ്ങളിലാണെങ്കിൽ 10 രൂപ മിഠായി മേടിക്കാൻ വേണം. പിന്നെ മൺഡേ ടു ഫ്രൈഡേ അത് മേടിക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് തന്നെ വീട്ടിലെത്തും കേട്ടോ. അപ്പോൾ അവളെയൊക്കെ ഞാൻ മദ്രസയിൽ വിട്ടിട്ട് പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അടുപ്പ് ഞാൻ കത്തിക്കാറില്ല. പിന്നെ അതിനകത്ത് നമ്മൾ ഈ കടലാസൊക്കെ ഇട്ട് കത്തിക്കാറുണ്ട് കേട്ടോ. പഴയ ആളുകൾ പറയുന്ന പോലെ ചെയ്ത്താൻ കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് തെറ്റണ്ട. അപ്പോൾ അങ്ങനെ കത്തിക്കുന്ന ടൈമിൽ ഇവിടെ നിറയെ കരി പിടിച്ചിട്ടുണ്ട് കേട്ടോ. പുകടുപ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പുക പിടിക്കുന്നുണ്ട് കേട്ടോ. പുകടുപ്പാന്നൊക്കെ വെറുതെ ആളുകൾ പറയണം. കാരണം നമ്മളിവിടെ കത്തിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടൈൽ മൊത്തം കരി പിടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കത്തിച്ച് വെച്ചിട്ടുള്ള വെണ്ണൂറൊക്കെ അതിനകത്ത് നിന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ ലിക്വിഡ് തന്നെ കേട്ടോ, സാധാ ലിക്വിഡ് തന്നെ, നമ്മൾ വാഷ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ലിക്വിഡ് തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കോരിയ വെണ്ണൂറ് നേരെ നമ്മളുടെ തൈകളുടെ അടിയൊക്കെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിറക് കത്തിച്ച് വന്നിട്ട് കേട്ടോ, കടലാസ് അങ്ങനെയുള്ള സംഭവങ്ങളുടെയാണ്. പിന്നെ ഞാൻ ലിക്വിഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈൽസൊക്കെ വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഇനി അടുപ്പൊക്കെ തന്നെ കേട്ടോ വെള്ളം പോകണമൊക്കെ. പക്ഷേ 2-3 ദിവസം കഴിയുമ്പോഴത്തേനും അത് താനെ ഉണങ്ങും. കാരണം ഞാനതിൽ കത്തിക്കലില്ല, റൈസ് കുക്കറിലാവുകൊണ്ട് തന്നെ എനിക്കെപ്പോൾ ഉണങ്ങിയാലും കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പിൽ വെള്ളം വറ്റിക്കഴിഞ്ഞാലുള്ള പിന്നെ നെക്സ്റ്റ് അതിക്ക് നമ്മുടെ കടലാസും ചപ്പൊക്കെ കൂടുന്നുണ്ട് കേട്ടോ കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ടൈൽസ് ഇവിടെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അന്ന് സൺഡേ അല്ലേ, നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പാത്രങ്ങളും കൂടെ വെണ്ണൂറിട്ട് കഴുകാമെന്ന് വിചാരിച്ചു. പണ്ട് ഞങ്ങൾ തറവാട്ടിലാവുമ്പോൾ കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ നമ്മൾ കരി കുത്തിയിട്ട് പാത്രങ്ങൾ കഴുകിയിരുന്നു കേട്ടോ. കല്ലിലിങ്ങനെ കുത്തിയിട്ട് അത് വെച്ചിട്ട് നമ്മളുടെ കലങ്ങളൊക്കെ കഴുകിയിരുന്നു. അപ്പോൾ ഞാനിവിടെ നമുക്ക് കിട്ടുന്ന ടൈമുകളിൽ ഒരു മാസത്തിൽ
ഒരു തവണയൊക്കെ വെണ്ണൂറിട്ട് കഴുകും. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ഉണ്ടോ, നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്ലാസ് അതുപോലെ വെണ്ണൂറിട്ട് കഴുകിയ തമ്മിലുള്ള ഗ്ലാസിൻ്റെയും ഡിഫറൻറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. വെണ്ണൂറിട്ട് കഴുകിയാൽ നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ കയ്യിലും അതേപോലെ തന്നെയാണ് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട്. അപ്പോൾ സിങ്കിലുണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങൾ ഞാൻ വെണ്ണൂറൊക്കെ ഇട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. ചട്ടി ഉറക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ചെറിയ ചെറിയ പാത്രങ്ങളാണ് ഞാൻ കഴുകിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ സ്റ്റോറിൻ്റെ അവസ്ഥ ഇതാണ്. നമ്മൾ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ എവിടെ നല്ലമാതിരി ഉണ്ട് സാധനങ്ങൾ വെക്കുക. ഇനി അതൊക്കെ ഒന്ന് നേരാക്കി എടുക്കാണ്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. നേരാക്കി കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടുക്കി പെറുക്കി ഒതുക്കി കാണുമ്പോൾ നമുക്ക് സ്റ്റോറൊരു വൃത്തിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുഞ്ഞോളെ വീട്ടിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. വെറുതെ പോയതാ, ഞായറാഴ്ചയല്ലേ എവിടെയെങ്കിലുമൊക്കെ പോയി പോരാന്ന് വിചാരിച്ച് അവളെ വീട്ടിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനും മോനും മോളും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചായയും അതുപോലെ നമ്മുടെ അലനെല്ലൂർ പിന്നെ പെട്രോൾ പമ്പിൻ്റെ അടുത്തുണ്ടല്ലോ നല്ല എണ്ണക്കടി കിട്ടുന്ന കട, അവിടുന്ന് കുറച്ച് എണ്ണക്കടിയും മേടിച്ച് നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ പേര് പറഞ്ഞു, അത് അവിടുന്ന് കുഞ്ഞോളെ മോൻ തന്നെയാണ് കേട്ടോ അവിടുന്ന് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അവൻ എന്തൊക്കെയോ പേര് പറഞ്ഞു, അത് നമ്മൾ ആന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് നമ്മൾ നല്ലൊരു പാൽ ചായയും അതുപോലെ കടിയൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് പോവാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ. വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്.